ആലപ്പുഴയിലെ CPIM സമ്മേളന ചർച്ചകളിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചിരുന്നു പ്രതിനിധികളെ. ചർച്ചകൾ ക്രിയാത്മകമായെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വ്യക്തി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവായത് നല്ല ലക്ഷണമെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. എന്തായാലും നിരവധി വിമർശനങ്ങളും കൂടി ആ ഒരു CPM സമ്മേളന ചർച്ചകളിലെല്ലാം ഉയർന്നിരുന്നു അല്ലേ ബിനോയ്? തീർച്ചയായും സ്വീകാര്യമായ വിമർശനങ്ങളാണ് ആലപ്പുഴ പാർട്ടി സമ്മേളനത്തിൽ, ആലപ്പുഴ CPIM ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ചില വ്യക്തിഹത്യ നടത്തുന്നുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്ക് വിരുദ്ധമായ തരത്തിലുള്ള നിലപാടുകളോ ഒന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളോ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് അവതരിപ്പിച്ച് തുടർന്ന് നടത്തിയ പ്രതിനിധി സമ്മേളനത്തിൽ പ്രതിനിധികൾ നടത്തിയ ചർച്ചകൾ ആരോഗ്യകരമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകളിൽ പങ്കെടുത്തവരെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതിൽ പ്രധാനപ്പെട്ട കാര്യം, അതായത് ജാതി സംഘടനകൾ അല്ലെങ്കിൽ മതസംഘടനകൾ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കി തന്നെ പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് പോകണം. പാർട്ടിക്ക് പലപ്പോഴും ഈ മതസംഘടനകളുമായി ഒരു തരത്തിലുള്ള വിയോജിപ്പുകൾ അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് പോകാൻ കഴിയത്തില്ല എങ്കിൽ പോലും അവരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനം അല്ല പാർട്ടിയുടേത്. എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും SNDPക്ക് വലിയ വേരോട്ടമുള്ള ജില്ല കൂടിയാണ് ആലപ്പുഴ. അവിടെ ഇത്തരത്തിൽ ചില പ്രവണതകൾ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് അകന്നുപോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ പാർട്ടി നേതാക്കളും അണികളും നന്നായി ശ്രമിക്കണം എന്ന ഒരു ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒപ്പം പാർട്ടിയിലുണ്ടായ വിമർശനങ്ങളെ സദ്ബുദ്ധിയോടുകൂടി കണ്ടുകൊണ്ട് അതിന് കൃത്യമായ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്നും അദ്ദേഹം അറിയിച്ചു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, അവിടെ പാർട്ടിക്കുണ്ടായ പരാജയം അന്വേഷിക്കുന്നതിന്, അതായത് ഹരിപ്പാട്, കായംകുളം ഉൾപ്പെടെ 3 മണ്ഡലങ്ങളിൽ, ചേർത്തല, ഹരിപ്പാട്, കായംകുളം ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങളിൽ വലിയ തരത്തിൽ CPIMന് വോട്ട് കുറഞ്ഞിരുന്നു. ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകാനും തീരുമാനമായിട്ടുണ്ട്. സമ്മേളനം ഇന്ന് അവസാനിക്കും. സാധാരണഗതിയിൽ പ്രതിനിധി സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് മറുപടി പറയുന്നത് വളരെ കുറവാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ അത്തരത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നുവെങ്കിലും മറുപടി ഒന്നും തന്നെ നൽകിയിരുന്നില്ല. എന്നാൽ ആലപ്പുഴ സമ്മേളനത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് മറുപടി നൽകി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യം. അതിൽ ഈ പങ്കെടുത്ത അണികളെ അല്ലെങ്കിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരെ, പ്രതിനിധികളെയൊക്കെ തന്നെ വലിയ തരത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം സമീപകാലത്ത് പാർട്ടിയിൽ വലിയ തരത്തിൽ വിയോജിപ്പുകൾ ഉണ്ടായ ഒരു ജില്ല കൂടി ആണ് ആലപ്പുഴ. കാരണം അവരുടെ ഒരു മുതിർന്ന നേതാവ്, പ്രത്യേകിച്ചും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിരുന്ന വിപിൻ സി ബാബു പാർട്ടി വിട്ട് BJPയിലേക്ക് പോയതും, കായംകുളത്ത് വലിയ തരത്തിൽ CPIMൽ നിന്നും BJPയിലേക്ക് ഒഴുക്കുള്ളതും, കുട്ടനാടൻ മേഖലയിൽ CPIMൽ നിന്നും CPIയിലേക്ക് പ്രവർത്തകർ പോകുന്നതുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നത് ജാതി സംഘടനകൾ ഒരു യാഥാർത്ഥ്യമാണെന്നും അത്തരം സംഘടനകൾ തള്ളിപ്പറയേണ്ട ഒരു സമീപനം അല്ല, എന്നാൽ വർഗീയ നിലപാടുകളോട് യോജിക്കേണ്ട എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി ഒരു പൊരുത്തക്കേടുകളിലൂടെ മുന്നോട്ട് പോകാനല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ള സൂചന തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ നിന്നും അകന്നുപോയ മുഴുവൻ ആളുകളെയും പാർട്ടിക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടരണം എന്ന് തന്നെ ഒരു അറിയിപ്പ് കൂടിയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്.